ജെയ്സൺ, തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അവരുടെ ജീവിതത്തിൽ തൃശ്ശൂർ പൂരം. അത്തരത്തിൽ ആഘോഷമാക്കാൻ മത്സരിച്ച് വെടിക്കെട്ട് നടത്താൻ ഒരുങ്ങിയതാണ് തിരുവമ്പാടി ദേവസ്വവും. പക്ഷേ ഇത്ര വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകില്ല. ഇനി പൂരം നടത്തിപ്പിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്നാണ് അറിയേണ്ടത്. നാളെ ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. രണ്ട് ദേവസ്വങ്ങളുമായും സംസാരിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്തും. ചടങ്ങായിട്ടെങ്കിലും പൂരം നടത്തിയേക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ ജെയ്സൺ? വിനീത, തൃശ്ശൂർ പൂരം ഏവരും ഉറ്റുനോക്കിയിരുന്നതാണ്. ഒരു പൂരം കഴിഞ്ഞാൽ അടുത്ത പൂരം വരുന്നതാണ് തൃശ്ശൂർക്കാരുടെ യഥാർത്ഥ ജീവിതക്രമം എന്ന് പറയുന്നത്. പക്ഷേ അതിനെല്ലാം വലിയ ആശങ്കയിലാഴ്ത്തുന്ന ഒരു അനുഭവമാണ് ഇന്നലെ സംഭവിച്ചത്. ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതിനുവേണ്ടിയാണ് ദേവസ്വം മന്ത്രി വി എം വാസവൻ, അതുപോലെ തന്നെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ ആർ ബിന്ദുവും കെ രാജൻ്റെയൊക്കെ നേതൃത്വത്തിൽ നാളെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ യോഗം ചേരുന്നുണ്ട്. നിർണായകമായ യോഗമാണ് ഇവിടെ ചേരുന്നത്. പ്രധാനമായ രണ്ട് സാധ്യതകളാണ് നാളത്തെ യോഗത്തിൽ ഉരുത്തിരിയുക. ഒന്ന്, പൂർണ്ണമായും വെടിക്കെട്ട് ഇല്ലാതാക്കിക്കൊണ്ട്, വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് പഴയ രീതിയിൽ തന്നെ വിപുലമായ രീതിയിൽ, ആഘോഷകരമായ രീതിയിൽ തൃശ്ശൂർ പൂരം നടത്തുക. അതായത് കുടമാറ്റം, അതുപോലെ തന്നെ ഇലഞ്ഞിത്തറമേളം, മടത്തിൽ വരവ്, ചെറുപൂരങ്ങളിലെ വരവ്, അങ്ങനെ തുടങ്ങി അതിൻ്റെ എല്ലാ ആർഭാടങ്ങളോടും കൂടി തൃശ്ശൂർ പൂരം നടത്തുക. പക്ഷേ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുക. സാമ്പിൾ വെടിക്കെട്ടും അതുപോലെ തന്നെ പ്രധാന വെടിക്കെട്ടും ഒഴിവാക്കുക. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചടങ്ങായി പൂരം നടത്തുക എന്നതാണ്. എല്ലാ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഒരു ചടങ്ങായി പൂരം നടത്തുക. ഈ രണ്ട് സാധ്യതകളിൽ മാത്രമാണ് നാളെ ചർച്ച നടക്കുക. അതിനും അപ്പുറത്തേക്ക് വെടിക്കെട്ട് നടത്തുക എന്നത് ഇപ്പോൾ പ്രായോഗികമല്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവമ്പാടി രണ്ട് വെടിക്കെട്ടിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മുഴുവൻ വെടിക്കോപ്പുകളും കത്തിനശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവമ്പാടി കൈകൾ ഇപ്പോൾ ശൂന്യമാണ്. അതേസമയം പാറമേക്കാവിന് വേണ്ടി പാലക്കാട് തയ്യാറാക്കിയിരിക്കുന്ന വെടിക്കോപ്പുകൾ പാലക്കാട് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അത് സീസ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് അവർ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പാറമേക്കാവിനും വെടിക്കെട്ട് നടത്തുന്ന ഒരു ചെറിയ പ്രതിസന്ധി വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച നിയമ നടപടികൾ അത് പൂർത്തിയായ ശേഷം മാത്രമേ അവിടെ ഒരുക്കിയിരിക്കുന്ന വെടിക്കെട്ട് സാമഗ്രികൾ ലഭ്യമാകൂ. അതും പെട്ടെന്ന് ലഭ്യമാകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ആഘോഷങ്ങളും ആർഭാടങ്ങളോടും കൂടി പൂരം നടക്കുക, അല്ലെങ്കിൽ ഒരു ചടങ്ങ് മാത്രമായി നടത്തുക. ഇതിൽ ഏത് വേണമെന്ന കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കും. തിരുവമ്പാടിയും പാറമേക്കാവ് ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുജനവികാരം, അതോടൊപ്പം തന്നെ നിലനിൽക്കുന്ന ആചാരങ്ങൾ, ചടങ്ങുകൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഞങ്ങൾ പോകുമെന്ന് വളരെ വ്യക്തതയോടുകൂടി തിരുവമ്പാടിയും പാറമേക്കാവും പറഞ്ഞിട്ടുണ്ട്. അതേസമയം മന്ത്രി വാസവൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു നിയമങ്ങളും ഒരു തീരുമാനങ്ങളും അടിച്ചേൽപ്പിക്കില്ല. അതോടൊപ്പം തന്നെ വിശദമായ ചർച്ചയിലൂടെ ഒരു പരിഹാരമുണ്ടാക്കി തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന്. ഏതായാലും നാളെ ഈ തീരുമാനമുണ്ടാകും. അത് എന്താകുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. വിനീത. ശരി, ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.